ജീവിതവും സിനിമയും സ്വപ്നങ്ങളും കോർത്തിണക്കി ഒരു ചിത്രം കൂടി വരുന്നു. സിനിമാ കമ്പനി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം മമാസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 9 പുതുമുഖ താരങ്ങളും ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തുന്നു. ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് എറണാകുളത്ത് നടന്നു. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥയുമായി നിരവധി ചിത്രങ്ങൾ ഇതിനു മുമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി സിനിമ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന 4 ചെറുപ്പക്കാരുടെ കഥയാണ് സിനിമാ കമ്പനി എന്ന ചിത്രത്തിന്റെ പ്രമേയം. പാപ്പി അപ്പച്ചിക്കു ശേഷം മമാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് എറണാകുളത്ത് നടന്നു. മലയാളത്തിലെ പ്രശസ്ത സംവിധായകരായ സിദ്ദിഖ്, മേജർ രവി എന്നിവരും മലയാള സിനിമയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. സിനിമ മാത്രം സ്വപ്നം കണ്ട് സിനിമ മാത്രം ആസ്വദിച്ച് സിനിമാ ചർച്ചകളിൽ മുഴുകി നാളുകൾ നീക്കിയിരുന്ന 4 ചെറുപ്പക്കാർ പോൾ, ഫാറൂഖ്, പണിക്കർ, ഫസൽ. ഈ 4 പേരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായുണ്ടാകുന്ന ചില സംഭവങ്ങൾ ഇവരെ സ്വന്തമായി ഒരു സിനിമ സൃഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്നു. സിനിമ സാക്ഷാത്കരിക്കാനുള്ള യാത്രയിൽ ഇവരുടെ ജീവിതത്തിനും സൗഹൃദത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സിനിമാ കമ്പനി പങ്കുവയ്ക്കുന്നത്. സിനിമാ കമ്പനി ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമയുടെയും അതിനോടുള്ള അപ്രോച്ചിന്റെയും സൗഹൃദത്തിന്റെയും സ്വപ്നങ്ങളുടെയൊക്കെ കഥയാണ്. പുതുമുഖങ്ങളായ 7-9ഓളം പേരെയാണ് നമ്മൾ ഇതിലേക്ക് അവതരിപ്പിക്കുന്നത് സിനിമാ കമ്പനിയിലൂടെ. ഈ സിനിമ അങ്ങനെ നമ്മുടെ ക്യാപ്ഷൻ പോലെ തന്നെ സിനിമയും സൗഹൃദവും സ്വപ്നവും പുതിയ ചിന്ത, പുതിയ കൂട്ടായ്മ, പുതിയ തുടക്കം. പുതുമുഖങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രത്തിൽ 9 പുതുമുഖ താരങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത്. സഞ്ജീവ്, ബസിൽ, ബദ്രി, നിതിൻ, ശ്രുതി, സനം, അങ്കിത, സ്വാസിക, ശിബില എന്നീ പുതുമുഖങ്ങളും ലാലു അലക്സ്, സായ്കുമാർ, കൊച്ചുപ്രേമൻ, കൃഷ്ണ, ശ്രീഹരി തുടങ്ങി മലയാളത്തിലെ മറ്റു പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. സംഗീതം അൽഫോൺസ്, ഗാനരചന റഫീഖ് അഹമ്മദ്, സന്തോഷ് വർമ്മ, ക്യാമറ ജിബു ജേക്കബ്. ഫരീദ് ഖാൻ നിർമ്മിക്കുന്ന ചിത്രം വൈറ്റ് സാൻഡ്സ് മീഡിയ ഹൗസ് തിയേറ്ററുകളിലെത്തിക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇന്ത്യ വിഷൻ.